നമസ്കാരം, ഞാൻ നീനു, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്. നമുക്കറിയാം, സ്ക്രീൻ അഡിക്ഷൻ എന്നത് ഇന്ന് വളരെ വലിയൊരു പ്രശ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളിലും മുതിർന്നവരിലും. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം പോലെയോ പുകവലി പോലെയോ ഒരു ദുശീലമായി തന്നെ കരുതി ഇതിനെ മറികടക്കാൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ വളരെ മോശമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഇതിന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് പേരൻസ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്ക്രീൻ ഉപയോഗം കുറച്ച് അവരുടെ ശ്രദ്ധ കൂട്ടുവാനും ബുദ്ധി വളർച്ചയെ സഹായിക്കുന്നതുമായ ചില ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതിനായി വിലയേറിയ ടോയ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റീസ് നോക്കാം. അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാനും ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ കോഗ്നിറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. നമുക്ക് വേണ്ടത് കുറച്ച് കളർ പെൻസ് ആണ്. കളർ പെൻസ് ഒരു ബോക്സിലും മറ്റൊരു ബോക്സിൽ അതിൻ്റെ ക്യാപ്പുമായി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓരോ കളർ പെൻസും അതിൻ്റെ ക്യാപ്പ് മാച്ച് ചെയ്ത് പെൻ ഹോൾഡറിൽ ഇടാനാണ് കുട്ടികളോട് ആവശ്യപ്പെടേണ്ടത്. ഇത് പെൻ മാച്ച് ചെയ്യുന്നത് കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ക്യാപ്പ് ഇടുന്നത് കുട്ടികളുടെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഇത് ഹോൾഡ് ചെയ്യുന്നത് പെൻ ഹോൾഡ് ചെയ്യുന്നത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിനും സഹായിക്കുന്നു. ചോക്ലേറ്റ് റാക്കാണിത്. അതേപോലെ ഒരു സ്പൂണും നമുക്ക് ആവശ്യമുണ്ട്. ഇതിന് പകരമായി, ചോക്ലേറ്റ് റാക്കിന് പകരമായി നിങ്ങൾക്ക് എഗ് റാക്സോ മറ്റു റാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗശൂന്യമായി കളയുന്ന വസ്തുക്കൾ എങ്ങനെ കുട്ടികൾക്കായി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുക. ഈ സ്പൂൺ ഉപയോഗിച്ച് ഓരോ ബോളും കളക്ട് ചെയ്ത് ഈ റാക്കിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് കുട്ടികളോട് പറയേണ്ടത്. സ്പൂൺ ഹോൾഡ് ചെയ്യുന്നത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു. ഓരോ ബോളും ശ്രദ്ധയോടുകൂടി റാക്കിൽ അറേഞ്ച് ചെയ്യുന്നത് കുട്ടികളുടെ ശ്രദ്ധ കൂട്ടുവാനും സഹായിക്കുന്നു. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമായത് ഒരു സ്പൂൺ, പിസ്താഷ്യൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരമായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, പയറ്, അതുപോലെ അരി, ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു ചെറിയ ബോട്ടിലും വേണം. ഈ ബോട്ടിലിലേക്ക് ഈ ഷെൽസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്. ശ്രദ്ധയോടുകൂടി ഇതിലേക്ക് ഷെൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധ കൂടുവാനും സ്പൂൺ ഹോൾഡിംഗ് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിനും സഹായിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണിത്. ഇത് വെച്ച് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇതിൻ്റെ തണ്ടിൽ നിന്നും ഓരോ ലീവ്സായി അടർത്തിയെടുത്ത് ഇതേപോലെ ഒരു പിക്ചറിലേക്ക് മാച്ച് ചെയ്യാനായിട്ടാണ് പറയേണ്ടത്. ഇങ്ങനെ മാച്ച് ചെയ്യുന്നത് കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്കിൽ ഡെവലപ്മെന്റിനും ഓരോ ഇലകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിനും സഹായിക്കുന്നു. ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനം കുട്ടികളുടെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ, ശ്രദ്ധ കൂട്ടുവാനും സഹായിക്കുന്നു. ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ബിന്ദീസ് ആണ്. ഈ ബിന്ദീസ് ഈ ഒരു പിക്ചറിലെ ഡോട്ട്സിൽ മാച്ച് ചെയ്യാനായിട്ടാണ്, സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത്. ഈ ബിന്ദീസ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. ഇത് കറക്റ്റ് പോയിന്റിൽ പേസ്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ഇതുപോലെ ഒരു മീനിങ്ഫുൾ പിക്ചറിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ഈ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പിക്ചർ വരയ്ക്കാനും ശ്രദ്ധിക്കുക. ഈ ആക്ടിവിറ്റിയിൽ കുട്ടികളുടെ ശ്രദ്ധ കൂട്ടുവാനും ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റിനും അതുപോലെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്. നമുക്ക് വേണ്ടത്, ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വെണ്ടയ്ക്കയാണ്. ഒരു പിക്ചർ ഇതേപോലെ വരയ്ക്കുക. കുറച്ച് പെയിൻറ്റുമാണ് നമുക്ക് ആവശ്യമുള്ളത്. വെണ്ടയ്ക്ക ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം പെയിൻറ്റിൽ മുക്കി ഓരോ പോയിന്റിലും പ്രിന്റ് ചെയ്യിക്കുക. കുട്ടികളുടെ ശ്രദ്ധ കൂട്ടാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ പ്രിന്റിങ് കുട്ടികളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ്.
ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ കപ്സ് ആണ്. ഈ പേപ്പർ കപ്സിൻ്റെ ബാക്ക് പോർഷനിൽ ഇതേപോലെ ഇഷ്ടമുള്ള കളറ് ആഡ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം ഒരേ ഒരു പെയർ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ പെയേഴ്സ് കറക്റ്റായി മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് അതുപോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓരോന്നും കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ മാച്ച് ചെയ്യാനായിട്ടാണ് പറയേണ്ടത്. ഇത് കുട്ടികളുടെ കോഗ്നിറ്റീവ് സ്കിൽ ഇംപ്രൂവ്മെൻറ്റിനും അതുപോലെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ചുരുങ്ങിയ ചിലവിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില സിമ്പിൾ ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിലെ കുറച്ച് സമയം ഇതുപോലെ ക്വാളിറ്റേറ്റീവായി കുട്ടികളുമായി ചെലവഴിക്കുകയാണെങ്കിൽ അവരുടെ സ്ക്രീൻ അഡിക്ഷൻ ഇല്ലാതാക്കി അവരെ നമുക്ക് മിടുക്കരാക്കാം. കൂടുതൽ ആക്ടിവിറ്റീസ് വരും വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.